ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളായിട്ടുള്ള നാം ഓരോരുത്തരും ഒരുപാട് ന്യൂനതകളും പോരായ്മകളുമെല്ലാം ഉള്ളവരാണ്. ഒരു പോരായ്മയും ഇല്ലാത്ത മനുഷ്യന്മാർ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഒരു കാര്യത്തിൽ മികച്ചു നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു വിഷയത്തിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ മനുഷ്യന്മാർക്ക് സ്വാഭാവികമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ന്യൂനതകളും പോരായ്മകളും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനപരമായി അവൻ മനസ്സിലാക്കേണ്ട കാര്യം. സ്വന്തം ന്യൂനതകൾ അത് മനസ്സിലാകാതിരിക്കുമ്പോഴാണ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ വിരലുകൾ ചൂണ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നത്. വിശ്വാസികളായിട്ടുള്ള ആളുകളെ മൊത്തത്തിൽ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിക്കുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആനിൽ സൂറത്തു നജ്മിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അടക്കമുള്ള ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ടാണ് അല്ലാഹു ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. ഫലാ തുസക്കു അൻഫുസക്കും ഹുവ അഅലമു ബിമനിത്തഖാ. വിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും സ്വന്തം നഫ്സിനെ തസ്കിയത്ത് ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ അമിതമായി കൊണ്ട് പുകഴ്ത്തുകയും ഞാൻ എല്ലാ നിലക്കും ഉഷാറാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുത്. കാരണം ഹു അഅലമു ബിമനിത്തഖാ, നിങ്ങളിൽ ഏറ്റവും നന്നായി സൂക്ഷ്മത കാണിക്കുന്നവർ ആരാണ് എന്ന് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഏറ്റവും നന്നായി അറിയുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പല മനുഷ്യന്മാരും പുറമേക്ക് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനുമൊക്കെ നല്ലവരായിരിക്കാം, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ അവർ
വിശ്വാസികളായിരിക്കാം, നല്ലവരായിരിക്കാം. പക്ഷേ ഹുവ അഅലമു ബിമനിത്തഖ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ തഖ്വ എത്രമാത്രമുണ്ട് എന്നുള്ളത് അത് ആ മനുഷ്യൻ ഒരു പക്ഷെ അറിയാമായിരിക്കും. അതിനേക്കാൾ കൂടുതൽ പടച്ച റബ്ബിനാണ് ഏറ്റവും നന്നായിക്കൊണ്ട് അറിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തത്തെ തന്നെ പുകഴ്ത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ പറയാൻ, അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും, സ്വന്തം നഫ്സുകളെ അമിതമായിക്കൊണ്ട് പുകഴ്ത്തി പറയുന്ന, ഞാനൊക്കെ ഉഷാറാണ് എന്ന് സ്വന്തത്തെ സംബന്ധിച്ചിടത്തോളം തസ്കിയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ നബിയെ നിങ്ങൾ കണ്ടില്ലേ, ബലില്ലാഹു യുസക്കി മൻ യശാഉ, അല്ലാഹു സുബ്ഹാനഹു തആലയാണ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തസ്കിയത്ത് നൽകുന്നത്. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ ന്യൂനതകൾ നമ്മളാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ നിരവധി പോരായ്മകളുള്ളവരാണ്, നമ്മൾ ഒരുപാട് ന്യൂനതകളുള്ളവരാണ് എന്ന് നാം ആണ് ആദ്യം തിരിച്ചറിയേണ്ടത്. അത് സ്വന്തം പേരിൽ പോലും ഒരു തസ്കിയത്ത് വരാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പ്രവർത്തനത്തിൽ മാത്രമല്ല, വാക്കുകളിൽ മാത്രമല്ല, ഒരു പേരിൽ പോലും സ്വയം പുകഴ്ത്തുന്ന പേരുകൾ ഇടാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് പ്രവാചകന്മാർ കുട്ടികൾക്ക് അഫ്ലഹ് എന്ന് പേരിടാൻ പാടില്ല. അഫ്ലഹ് എന്ന് പറഞ്ഞാൽ വിജയിച്ചവനെന്നാണ് അർത്ഥം. അത് കുട്ടികൾക്ക് പേര് നിങ്ങൾ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഷാഹിൻഷ എന്ന് വെക്കാൻ പാടില്ല. ബറ എന്ന പേരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്ന സൈനബ റളിയല്ലാഹു അൻഹയുടെ ആദ്യത്തെ നാമം. ബറ എന്ന് പറഞ്ഞാൽ പുണ്യവതി എന്നർത്ഥം, പുണ്യം ചെയ്യുന്നവളെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് പുണ്യം ജീവിതത്തിന്റെ സംശയമൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് മാറ്റി, എന്നിട്ട് അവർക്ക് സൈനബ് എന്ന് പേര് കൊടുത്തു. ഇത് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതുകയാണ്, വലാ തസക്കു അൻഫുസകും ഇന്നല്ലാഹ അലമു ബി അഹ്ലിൽ ബിർരി മിൻകും. നിങ്ങളിൽ നിന്ന്, പ്രവാചകന്റെ വാക്ക് പറയാൻ, നിങ്ങളിൽ നിന്ന് ഏറ്റവും നന്മയുള്ളവർ ആരാണെന്ന് അള്ളാഹ്ക്കാണ് അറിയാം. പേരുകൊണ്ട് നന്മ ഉണ്ടാകാം, പക്ഷെ ജീവിതത്തിൽ നന്മ ഉണ്ടോന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് പേരിൽ പോലും നിങ്ങൾ സ്വയം പുകഴ്ത്തുന്ന അവസ്ഥയുണ്ടാകരുത്. സ്വന്തത്തിന്റെ പോരായ്മകളും സ്വന്തത്തിന്റെ ന്യൂനതകളും ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മറ്റൊരു മനുഷ്യനെ നിങ്ങൾ പുകഴ്ത്തുകയാണെങ്കിൽ പോലും അതിൽ മര്യാദകൾ പാലിക്കണം. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആ പുകഴ്ത്തൽ കൊണ്ട് പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. അയാൾ അത് അമിതമായിക്കൊണ്ട് തന്റെ തസ്കിയത്തു നഫ്സിലേക്ക് പോകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ പുകഴ്ത്താൻ പോലും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ അമിതമായിക്കൊണ്ട് പുകഴ്ത്തുന്ന ഒരു സഹാബിയെ കണ്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വൈഹക്, നിനക്ക് നാശം, ഖദ് ഖതഅത ഉനഖ സാഹിബിക, നീ നിന്റെ സഹോദരനെ കൊന്നുകളഞ്ഞിരിക്കുന്നു, നിന്റെ സഹോദരന്റെ ഗളച്ഛേദം നടത്തിയിരിക്കുന്നു, അവന്റെ കഴുത്ത് നീ മുറിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു. ഒരു സഹാബി മറ്റൊരു സഹാബിയെ പുകഴ്ത്തുകയാണ്. പുകഴ്ത്തപ്പെടുന്ന സഹാബി മോശക്കാരനല്ല, റസൂലുള്ളാഹിന്റെ പ്രവാചകന്റെ സഹാബിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലും അമിതമായിക്കൊണ്ട് പുകഴ്ത്തപ്പെടുന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അങ്ങനെ പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ അയാൾക്ക് തോന്നും, ഞാൻ നല്ലോൻ തന്നെയാണല്ലോ, അതുകൊണ്ടാണ് ആളുകൾ എന്നെ പുകഴ്ത്തുന്നത്. അപ്പോൾ സ്വന്തം ന്യൂനതകൾ തിരിച്ചറിയാൻ അയാൾക്ക് കഴിയാതെ പോവുകയും അയാൾ വലിയ ആത്മവിശ്വാസത്തിൽ നടക്കുകയും അയാളുടെ ജീവിതത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇയ്യാക്കും വത്തമാദുഹ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ലോണം പുകഴ്ത്തിന് നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം. നീ ഉഷാറാണ്, നീ എല്ലാം കൊണ്ട് ഉഷാറാണ് എന്ന് അമിതമായിക്കൊണ്ട് പുകഴ്ത്തുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു അദ്ദബഹു, കാരണം നിങ്ങൾ ആ മനുഷ്യനെ അമിതമായിക്കൊണ്ട് പുകഴ്ത്തുന്നത് ആ മനുഷ്യനെ നിങ്ങൾ അറുക്കുന്നതിന് തുല്യമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ എല്ലാം വ്യക്തി ജീവിതത്തിൽ നമ്മുടെ സഹോദരന്മാരെ ശരിക്കും പാലിക്കേണ്ട കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂനതകൾ നമ്മൾ നല്ലോണം തിരിച്ചറിയണം. നമ്മുടെ ഈമാനെക്കുറിച്ച് അല്ലാഹ്ക്കാണ് കൂടുതൽ അറിയാം. നമ്മുടെ തഖ്വയെക്കുറിച്ചും നമ്മുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ഈമാനെക്കുറിച്ചും നമ്മുടെ ഈമാന്റെ കാഠിന്യത്തെക്കുറിച്ചും കട്ടിയെക്കുറിച്ചും കുറവിനെക്കുറിച്ചുമൊക്കെ അല്ലാഹ്ക്കാണല്ലോ കൂടുതൽ അറിയാം. അതുകൊണ്ട് ദുനിയാവിൽ ആളുകളുടെ മുമ്പിൽ നല്ലവനായിട്ടും കാര്യമില്ല, പടച്ചറബിന്റെ അടുക്കിലേക്കാണ് നമുക്ക് ഓരോരുത്തർക്കും കടന്നു ചെല്ലാൻ. അവിടെ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ നമ്മുടെ ഈമാനിന്റെ അവസ്ഥ എന്താകുമെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ പറയുന്നു, വല്ലാഹു അലമു ബിഈമാനിക്കും, നിങ്ങളുടെ ഈമാനെക്കുറിച്ച് അള്ളാഹുവിനാണ് കൂടുതൽ അറിയുന്നത്. വല്ലാഹു അലമു ബിമാ ഫി അൻഫുസിഹിം, ഓരോരുത്തരുടെയും നഫ്സുകൾ ഉള്ളതിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് പടച്ചറബിനാണ് കൂടുതൽ അറിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാനിനെക്കുറിച്ചും
നമ്മുടെ തഖ്വയെക്കുറിച്ചും അമിതമായ ഒരു ആത്മവിശ്വാസം ഒരിക്കലും ഉണ്ടാകരുത്. എനിക്ക് പോരായ്മകളുണ്ട്, എനിക്ക് തെറ്റുകളുണ്ട്, എനിക്ക് ന്യൂനതകളുണ്ട് എന്നായിരിക്കണം എപ്പോഴും ഒരു മനുഷ്യന്റെ, വിശ്വാസിയായ മനുഷ്യന്റെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു തേട്ടമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യനുണ്ടായിരിക്കേണ്ട ഒരു വിചാരമെന്ന് പറയുന്നത് അതാണ്. മാത്രമല്ല സഹോദരന്മാരെ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ആരാരും അറിയാത്ത ഒരുപാട് തിന്മകൾ എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകാലോ. ഈ തിന്മകളൊന്നും ഒരുപക്ഷെ പടച്ച റബ്ബിനല്ലാതെ മറ്റാർക്കും അറിയുന്നുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞു, വല്ലാഹു അലം ബിമാ കാനൂ യക്തുമൂൻ. മനുഷ്യന്മാരൊക്കെ മറച്ചുവെച്ച്, മനുഷ്യന്മാരിന് എത്ര മറച്ചുവെച്ചാലും അതൊക്കെ പടച്ചോന്റെ അറിയാലോ. അള്ളാഹുവിനതെല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നല്ലവനായി നടിച്ചാലും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുപക്ഷെ അങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ പോരായ്മകളും നമ്മുടെ ന്യൂനതകളും നമ്മൾ നല്ലോണം ശരിക്കും മനസ്സിലാക്കണം. റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും ഇൻ തകൂനു സ്വാലിഹീന ഫഇന്നഹു കാനൽ അവ്വാബീന ഗഫൂറ. നിങ്ങളെ സ്വന്തത്തെ സംബന്ധിച്ച് അള്ളാഹുവിനാണ് കൂടുതൽ അറിയുന്നവൻ. നമ്മളെ സംബന്ധിച്ച് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നവൻ പടച്ച റബ്ബിനാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വാലിഹീങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നന്മണ്ടാകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവർ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. അള്ളാഹു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൗബ കൊടുക്കുന്നവനാണ്. ഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ആരാണ് ഹിദായത്തിന്റെ മാർഗമുള്ളത്? അത് പടച്ച റബ്ബിനാണ് കൂടുതൽ അറിയാം. ഹുവ അഅലമു ബിമൻ ഇഹ്തദാ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിലും ഖസസുൽ ഇസ്രായിലും ഒക്കെ വ്യത്യസ്തമായ ആയത്തുകളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വലിയ സത്യത്തിന് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടാകും. പക്ഷെ ആ സത്യം തെറ്റിപ്പോകാതിരിക്കാൻ പടച്ച റബ്ബിന്റെ തൗഫീക്ക് വേണ്ടേ? നമ്മളൊക്കെ മുഅ്മിനായിക്കൊണ്ട് മരിക്കുമെന്ന് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. യാതൊരു ഉറപ്പുമില്ലല്ലോ. കാരണം അതുകൊണ്ടാണ് വിശ്വാസികളായ ആളുകളോട് പ്രവാചകൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഒരു പക്ഷെ നാം വിമർശിക്കുന്ന ആൾ അയാൾ മുഅ്മിനായിക്കൊണ്ട് മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ഈമാൻ തെറ്റിക്കൊണ്ട് മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ നഊദു ബില്ലാഹ്. അതുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതിന്റെ ഒരു ഹിക്മത്തും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ന്യൂനതയിലേക്കാണ് ആദ്യം നോക്കേണ്ടത്. എന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, എന്റെ ന്യൂനതകൾ എന്തൊക്കെയാണ് എന്നാണ് നാം ആദ്യം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും. മറ്റുള്ളവരുടെ ന്യൂനതകളിലേക്ക് നമ്മൾ കണ്ണുപായ്ക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ്, അവരെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഓരോ കണ്ണിന്റെ കട്ടുനോട്ടം പോലും അറിയുന്നവനാണ് പടച്ച റബ്ബ്. ആ പടച്ച റബ്ബിന്റെ മുമ്പിലേക്കാണ് നമ്മൾ യഅലമു ഖായിലത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ. ഒരു മനുഷ്യനും കണ്ടെത്താൻ കഴിയാത്ത, ഒരു മനുഷ്യന്റെ കണ്ണിന്റെ കട്ടുനോട്ടം പോലും അറിയുന്ന, ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അറിയുന്ന പടച്ച റബ്ബ്, ആ പടച്ച റബ്ബ് ആന്റെ മുമ്പിലേക്കാണ് നിങ്ങൾ കടഞ്ഞുള്ളത്. മറ്റുള്ളവരുടെ ന്യൂനതകൾ മാത്രം നോക്കി നടക്കുന്ന ചില ആൾക്കാരുണ്ടാകും. അവൻ എന്തായാലും പ്രശ്നമില്ല, ഞാൻ ഏതായാലും ഇങ്ങനായി, ഓൻ അങ്ങനെ ആകാൻ പാടില്ലല്ലോ. അങ്ങനെയുണ്ട് ഇസ്ലാമിൽ? അവനവൻ നന്നാകണം എന്നിട്ടാണ് മറ്റുള്ളവരിലേക്ക് കൈക്കു ചൂണ്ടേണ്ടത്. ചില ആളുകളുണ്ടാകും, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും ഭാര്യമാരുടെ കുറവുകൾ മാത്രം ചികഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടാകും. അതിൽ തന്റെ കൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ ന്യൂനതകൾ മാത്രം ചികഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടാകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലും പോരായ്മ വരുന്നുണ്ടോ, അവിടെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രവർത്തനത്തിൽ പിഴവ് വരുന്നുണ്ടോ എന്ന് രാവും പകലും ഭൂതക്കണ്ണാടി വെച്ച് അത് മാത്രം നടക്കുന്ന ആൾക്കാരുണ്ടാകും. ഇതൊരു വിശ്വാസിക്കൊരിക്കലും ഒരു ഭൂഷണമായ കാര്യമല്ല. മറ്റുള്ളവരുടെ കാര്യം, അവരുടെ വിചാരണയും അവരുടെ തിന്മയും അവരുടെ നന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അത് ദീനിന്റെ വിഷയമാണെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ഒരു വ്യക്തിപരമായിട്ടുള്ള, അല്ലെങ്കിൽ അവന്റെ കുടുംബപരമായ വിഷയമാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതമാണെങ്കിലും അതിനെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നതല്ലാതെ ദീനിന്റെ വിഷയം അവർ തെറ്റുകണ്ടാതെ അവരെ സൂചിപ്പിക്കണം. ഒരു കൂട്ടായ്മയിൽ തെറ്റുകണ്ടാതെ സൂചിപ്പിക്കണം, അതിന് വിഷയമില്ല. നേരെ മറിച്ച് ഒരു വിശ്വാസികളായ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അതാണ് സ്വന്തം തിന്മകളെക്കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ, യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലുൽ ഈമാന ഫീ ഖൽബിഹി. ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ലാത്ത, നാവ് കൊണ്ട് മാത്രം വിശ്വാസികളായിട്ടുള്ള ചില ആളുകളുണ്ട്. അവരെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാൻ, ലാ തത്തബിഉൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളുടെ പിന്നാലെ പോകരുത്. ഒരു മുസ്ലിം എന്ത് ചെയ്യുന്നു ഇങ്ങനെ രാവും പകലും നിരീക്ഷിച്ച് നടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. വലാ തത്തബിഉ ഔറാത്തിഹിം, അവിടെ ഔറത്തുകളെ പിന്നാലെ നിങ്ങൾ പോകരുത്. അവന്റെ ന്യൂനതകൾ, ഏത് മനുഷ്യനാണ് ഈ ന്യൂനതകൾ ഉണ്ടാകും. ഒരു മനുഷ്യന്റെ ന്യൂനതകൾ മാത്രം ചികഞ്ഞ് അവന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. എന്തുകൊണ്ടാണ്? ഫഇന്നഹു മൻ തത്തബഅ ഔറാത്തിഹിം
ഒരു മനുഷ്യൻ അവന്റെ പണി മറ്റുള്ളവരുടെ ഔറത്ത്, മറ്റുള്ളവരുടെ ന്യൂനതകളും പോരായ്മകളും ചികഞ്ഞന്വേഷിച്ച് നടക്കലാണെങ്കിൽ തതബ്ബ അല്ലാഹു ഔറത്തഹു, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മനുഷ്യന്റെയും പോരായ്മകളെ പിന്തുടർന്ന്. കാരണം ഇവന് ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും. കുടുംബജീവിതത്തിലാണെങ്കിലും, വ്യക്തി ജീവിതത്തിലാണെങ്കിലും, ആദർശ ജീവിതത്തിലാണെങ്കിലും, സാമ്പത്തിക രംഗത്താണെങ്കിലും, വാക്കിലാണെങ്കിലും, പ്രവൃത്തിയിലാണെങ്കിലും ഒരുപാട് ന്യൂനതകൾ ഉണ്ടാകാം. ഈ ന്യൂനതകളെ പടച്ചറബും അവന്റെ പിന്നാലെ കൂടും. ഒമൻ തതബ്ബഅ അല്ലാഹു ഔറത്തഹു, ഒരു മനുഷ്യന്റെ പിന്നാലെ അല്ലാഹു അവന്റെ ഔറത്തെങ്ങാനും അവന്റെ ന്യൂനതകളും അവന്റെ പോരായ്മകളും വെളിപ്പെടുത്താൻ വേണ്ടി അല്ലാഹു ആ മനുഷ്യന്റെ പിന്നാലെ കൂടിയാൽ യഫ്ളഹു വലൗ ഫീ ബൈത്തിഹി, അവനവന്റെ വീടിന്റെ ഉള്ളിൽ വാതിലും കതകുമടിച്ച് പുതപ്പിന്റെ ഉള്ളിൽ കുത്തിരുന്നാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വതആല സമുദായ മധ്യത്തിൽ അവനെ വഷളാക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ മുഅ്മിനീങ്ങളായ ആളുകൾ നമ്മളെല്ലാവരും പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവന് സിത്തീറാകണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. സിത്തീർ എന്ന് പറഞ്ഞാൽ സ്വന്തം ന്യൂനതകളും മറ്റുള്ള ന്യൂനതകളും മറച്ചു വെക്കുന്ന ആളുകളാകണം. പ്രവാചകന്റെ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീറുൻ, അള്ളാഹു വളരെ ലജ്ജയുള്ളവനാണ് പടച്ചറബ്, അതുപോലെ തന്നെ തിന്മകൾ മറച്ചു വെക്കുന്നവനാണ്. യുഹിബ്ബുൽ ഹയാ വസ്സിത്ര, അള്ളാഹുവിന്റെ ആ വിശേഷണം തന്റെ പടപ്പുകൾ ഉണ്ടാകണമെന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ലജ്ജയുള്ളവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, തിന്മകൾ മറച്ചു വെക്കുന്നവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് പറയാ, തഹർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ എന്നെ ശുദ്ധിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി ആ സ്ത്രീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഒരുപക്ഷെ സഹാബത്തിന് മനസ്സിലായിക്കൊള്ളുന്നില്ല. ആ സ്ത്രീ വ്യഭിചരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വ്യഭിചാരം ഒരു രഹസ്യമായി ചെയ്യുന്ന തിന്മയാണ്. വേണമെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിക്കൊണ്ട് തൗബ ചെയ്താൽ ആ തൗബ അള്ളാഹു സ്വീകരിക്കും. പക്ഷെ ദുനിയാവെന്ന് തന്നെ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ പരലോകത്ത് ആ ശിക്ഷ എനിക്ക് ഭയപ്പെടേണ്ടതില്ലെന്ന് എന്ന വിചാരത്തിലാണ് ആ സ്ത്രീ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വന്നു. റസൂലുള്ളാഹിനോട് പറഞ്ഞു, എന്നെ ശുദ്ധിയാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല തവണ അത് ശ്രദ്ധിക്കാതിരുന്നു. കാരണം ഒരു മനുഷ്യനെ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അത് പരസ്യപ്പെടുത്താനല്ല, അത് രഹസ്യമാക്കി അതാരും അറിയാതിരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചത്. പ്രവാചകൻ ആ സ്ത്രീ ശ്രദ്ധിച്ചതേയില്ല. പിന്നെ ആ സ്ത്രീയെ പ്രവാചകൻ ശ്രദ്ധിച്ചില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് പ്രവാചകന്റെ അടുക്കിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, പ്രവാചകൻ ഞാൻ ഗർഭിണിയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ശുദ്ധിയാക്കണം. ആ പ്രവാചകൻ ആ സ്ത്രീ മടക്കി വെച്ച സംഭവം നമ്മൾ കേട്ടതായിരിക്കും. അങ്ങനെ പ്രസവിച്ചതിന് ശേഷം ആ സ്ത്രീ വീണ്ടും വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അള്ളാഹുവിന്റെ മുമ്പിൽ, ദുനിയാവിൽ ആളുകളുടെ മുമ്പിൽ വഷളായാലും വേണ്ടില്ല, പടച്ചറ മുമ്പിൽ, ജനകോടികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അള്ളാഹുവെ എനിക്കൊരു വഷളത്തരം ഉണ്ടാകരുത് എന്ന ആ ചിന്തയാണ് ആ സ്ത്രീ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് എത്തിച്ചത്. പ്രവാചകൻ പറഞ്ഞു, നീ പ്രസവിച്ചതിന് ശേഷം വാ. അങ്ങനെ പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിനെയും ഒരു തുണിക്കഷ്ണത്തിൽ ചേർത്ത് പിടിച്ച ആ സ്ത്രീ വന്നു. പ്രവാചകൻ പറഞ്ഞു, ആ കുഞ്ഞിന് സ്വന്തമായി കൊണ്ട് ഭക്ഷണം കഴിക്കാൻ എത്തുന്ന പ്രായത്തിൽ വാ. അങ്ങനെ നിങ്ങൾ വീണ്ടും 2 വർഷത്തിന് ശേഷം വീണ്ടും ആ സ്ത്രീ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അവർ ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് അവരെ എറിഞ്ഞുകൊല്ലാതിരിക്കാൻ നിർവാഹമില്ല. പ്രവാചകൻ അവരെ വധിച്ചു കളഞ്ഞു. ആ സന്ദർഭത്തിൽ മഹാനായ ഖാലിദ് റളിയല്ലാഹുവിന്റെ ശരീരത്തിലേക്ക് ആ സ്ത്രീയുടെ രക്തത്തിൽ നിന്ന് ഒരു ചെറിയ തുള്ളി തെറിച്ചപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ ശപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും പാടില്ല ഖാലിദ്. കാരണം ആ പെണ്ണ് ചെയ്ത തൗബയെങ്ങാനും മദീനയിലെ 70 ആളുകൾക്ക് വീതിച്ചു കൊടുത്താൽ, എത്ര ആകാശം മുട്ട അവർ തിന്മ ചെയ്തവരാണെങ്കിലും ആ 70 ആളുകൾക്കും സ്വർഗത്തിൽ കടക്കാൻ പാകത്തിലുള്ള തൗബയാണ് ആ പെണ്ണ് ചെയ്തിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദ് റളിയല്ലാഹുവിനോട് പഠിപ്പിക്കാൻ. ആ സ്ത്രീക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ എതിർത്തു. ഒരു വ്യഭിചാരിണിയായ പെണ്ണിനാണ് നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്നത്. പ്രവാചകൻ അവിടെയും ചില അദബുകൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയാൽ അതോടുകൂടി ആൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന രീതിയിൽ, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന തെറ്റുകളുണ്ട്. വൻപാപങ്ങൾ ചെയ്താൽ ഇസ്ലാമെന്ന് പുറത്തു പോവുകയില്ലെന്നാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. ആ മനുഷ്യന് തൗബ ചെയ്യാനും മടങ്ങി വരാനും അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാനും ഒക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അബദ്ധം ഒരാൾ വളർത്തുന്നത് പിന്നെ ആൾ ഇസ്ലാമെന്ന് പുറത്താണ് എന്നങ്ങനെ എല്ലാ സഹോദരന്മാരും വിട്ടുവീഴ്ചകൾക്കും അതുപോലെ തന്നെ മറച്ചുവെക്കലുകൾക്കും ഇസ്ലാമിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഹാത്തിം ബിൻ അബീ ബൽതഅ എന്ന് പറയുന്ന സഹാബി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് സംഭവിച്ചു. വലിയ തെറ്റെന്ന് പറഞ്ഞാൽ മക്കം ഫത്ഹിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന മുശ്രിക്കുകളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് പ്രവാചകൻ നടത്തിയ സൈനിക നീക്കമാണ്. പക്ഷേ ഹാത്തിം ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു
അതെന്റെ കുറച്ച് കുടുംബക്കാരും കുറച്ച് സമ്പത്തൊക്കെ മക്കയിലുള്ളത് കൊണ്ട് തന്നെ അവരോട് ആ വിവരം അറിഞ്ഞു. അദ്ദേഹം അതൊരു പ്രവാചകന്റെ സൈനിക നീക്കം ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ചോർത്തിക്കൊടുക്കണമെന്ന നിയത്തിലേ ചെയ്തതല്ല. പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചത്. ശത്രുക്കളെ വിവരം അറിഞ്ഞു. പ്രവാചകൻ ദേഷ്യപ്പെട്ടു. ആരാണ് അവസാനം അന്വേഷിച്ചപ്പോൾ ഹാത്തിം റളിയല്ലാഹുവിനെ പ്രവാചകൻ വിളിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നിരപരാധിത്വം പ്രവാചകന് ബോധ്യമായി. കാരണം അദ്ദേഹം മനഃപൂർവ്വം ഇസ്ലാമിനെ ചതിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഉമർ റളിയല്ലാഹു പറഞ്ഞു അദ്ദേഹത്തെ വധിച്ചു കളയണം. കാരണം ഇസ്ലാമിക സൈന്യത്തിന്റെ നീക്കം ശത്രുരാജ്യത്തിന് ഒറ്റിക്കൊടുക്കുക, അത് പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വളരെ കുറ്റമാണ് എന്ന് പറഞ്ഞാൽ ഒരാളെ തല പോകാൻ മാത്രമുള്ള കുറ്റം തന്നെ. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ ഏത് രാജ്യത്താണെങ്കിലും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വധിച്ചില്ല. അദ്ദേഹം ഒരു കപടവിശ്വാസിയാണെന്ന് പ്രവാചകൻ പരീക്ഷിച്ചു. അദ്ദേഹം മനസ്സിൽ നിഫാഖില്ല എന്ന് റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി പ്രവാചകൻ ആവർത്തിച്ച് പറഞ്ഞു. റസൂലുള്ളാഹി അവസാനം പറഞ്ഞു, ഉമർ അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു മനുഷ്യന്റെ ഭാഗത്ത് എന്തെങ്കിലും അപകടങ്ങളോ തെറ്റുകൾ സംഭവിച്ചാൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ മനുഷ്യന് ഒരു വിശ്വാസി അയാൾക്കുള്ള ഉദുറുകൾ അന്വേഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ആ മനുഷ്യന് എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ ഉണ്ടോ എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യും. നമ്മളല്ലാതെ ആ മനുഷ്യൻ അയാൾ മുനാഫിക്കായി പോയി, അയാൾ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് പറയുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. കാരണം നമുക്കും ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാം. ആ മനുഷ്യന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കുള്ള ഒഴിവ് കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിച്ചു തരണമെന്നാണ് ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് സഹോദരന്മാരെ ഞാൻ പറയും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിന്മകളെ സംബന്ധിച്ചും നമ്മുടെ പോരായ്മകളെ സംബന്ധിച്ചുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുകയും വേവലാതിപ്പെടുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സലഫുകൾപ്പെട്ട നമ്മുടെ മുൻഗാമികൾപ്പെട്ട സലഫുസാലികൾ സാധാരണയായിക്കൊണ്ട് പറയാറുണ്ട്, ഇദാ റഅയ്ത അഹദൻ മുസ്തഖിലൻ ബിഉയൂബിന്നാസ്, ജനങ്ങളുടെ ഐബിൽ മാത്രം മശ്ഗൂലായ ചില ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പോരായ്മകൾ മാത്രം നോക്കി നടക്കുന്ന ഒരു മനുഷ്യനെ നീ കണ്ടാൽ ഫഅലം, നീ മനസ്സിലാക്കിക്കോ, അന്ന ശൈത്താൻ ഖദ് ഇസ്തൗല അലൈഹി, ശൈത്താൻ അവന്റെ മേലിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു, അവനെ നിയന്ത്രിക്കുന്നത് പിശാചാണ്, ഇത് നീ മനസ്സിലാക്കിക്കോ എന്ന് മഹാന്മാരായ സലഫു സ്വാലിഹികൾപ്പെട്ട പണ്ഡിതന്മാർ നമ്മെ സൂചിപ്പിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. മഹാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ ഒരു വാചകം മശ്ഹൂറാണ്. അദ്ദേഹം പറയാൻ, ഇദാ ലം യുശ്ഗിൽ നഫ്സഹു ബിൽ ഹഖ്, സ്വന്തം നഫ്സിനെ ഹക്കിന്റെ വിഷയത്തിൽ മശ്ഗൂലാക്കാത്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യണം, എനിക്ക് കൂടുതൽ നന്മ ചെയ്യണം, എനിക്ക് പോരായ്മകളുണ്ട് എന്നൊക്കെ സ്വന്തം നഫ്സിന്റെ വിഷയത്തിൽ ശുഗലാകാത്ത ആളുകളുണ്ടെങ്കിൽ, ഹക്കിന്റെ വിഷയത്തിൽ ശുഗലാക്കാത്ത ആളുകളുണ്ടെങ്കിൽ ശഗലതുഹു ബിൽ ബാത്തിലി, ആ മനുഷ്യന്റെ നഫ്സ് അവനെ ബാത്തിലിന്റെ വിഷയത്തിൽ ശുഗലാക്കുന്ന എന്ന് പറഞ്ഞാൽ അവന്റെ നഫ്സ് പിന്നെ തിന്മയെക്കുറിച്ചും മറ്റുള്ളവന്റെ തിന്മകളെക്കുറിച്ചും മറ്റുള്ളവന്റെ പോരായ്മകളെക്കുറിച്ചുമൊക്കെയാണ് അവന് ശുഗലുണ്ടാകുക. ഇവന്റെ തിന്മകളും ഇവന്റെ പോരായ്മകളും ഇവൻ പടച്ചറബ്, ഞാൻ പടച്ചറബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നൊന്നും ചിന്തിക്കാത്ത അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചോ നമ്മളൊക്കെ പോരായ്മകളും ന്യൂനതകളും ഉള്ളവരാണ്. അത് നമ്മൾ തിരിച്ചറിയലാണ് നമ്മുടെ പരലോകത്തിനും ദുനിയാവിലുമൊക്കെ ഏറ്റവും നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ വലിയൊരു അപകട വാർത്തയാണ് നമ്മൾ ഇന്നലെ ശ്രവിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിമാന അപകടങ്ങളിൽ ഒന്നാണ് ഇന്നലെ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളത്. അത്തരം അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയുമൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഓരോ അപകടങ്ങളും നമ്മുടെ കൺമുന്നിൽ വരികയും നമ്മളതിൽ സുരക്ഷിതരാകുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ മരിച്ചവർക്കിനി കുടപാടത്തിൻ്റെ ആവശ്യമില്ല, അവർ അല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ഓരോ ദുരന്തങ്ങളും അപകടങ്ങളും ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണപാഠങ്ങളുണ്ട്. നമുക്കറിയാം, ഏകദേശം 300ഓളം ആളുകൾ 300-നടുത്ത ആളുകൾ മരണപ്പെട്ടു എന്നാണ് ഇന്നൊക്കെ വരുന്ന വാർത്തകൾ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വേളകളിൽ അത് സന്തോഷത്തിൻ്റെതാകാം, ആഹ്ലാദത്തിൻ്റെതാകാം, യാത്രയാകാം, വീട്ടിലാകാം, ഒക്കെയാകാം. അപ്രതീക്ഷിതമായിരിക്കും മരണം നമ്മൾ പിടികൂടുക.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ പ്രതീക്ഷകളുമായിക്കൊണ്ട് UK യാത്ര തിരിച്ച യാത്രക്കാർ. അതിൻ്റെ പൈലറ്റുണ്ട്, അതിലുള്ള ജോലിക്കാരുണ്ട്, അതിൽ യാത്രക്കാരുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവരുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ആ വിമാനം വീണിരിക്കുന്ന ഒരു ഹോസ്റ്റൽ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്നൊരു വിമാനം തങ്ങളുടെ തലയിലേക്ക് വീഴുമെന്ന് ഒരാളും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെയൊക്കെ മുകളിലൂടെ വിമാനം പറന്നു പോകുന്നുണ്ട്. നമ്മളൊക്കെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. അവിടുത്തെ നാട്ടുകാർ മരണപ്പെടുന്നു. അപ്രതീക്ഷിതമായിരിക്കും മരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ദുനിയാവെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരുപാട് പ്രതീക്ഷകളുണ്ടാകും. ഒരുപാട് പ്രതീക്ഷകളും അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും നമ്മളൊക്കെ ജീവിതത്തിലുണ്ടാകും. പക്ഷെ ആ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമെല്ലാം നഷ്ടപ്പെടാനും തീരുമാനമാകാനുമൊക്കെ ഏതാനും നിമിഷങ്ങൾ മാത്രം മതി. ദുനിയാവിന്റെ ഒരാഗ്രഹങ്ങളും എല്ലാ ആഗ്രഹങ്ങളും ഒരു മനുഷ്യൻ പൂർത്തീകരിക്കുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലേക്കാണ് വിമാനം വീണത്. അവിടെ ലക്ഷങ്ങൾ മുടക്കി കോഴ്സിന് ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ടാവും. അവർക്ക് ഭാവിയെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അവർക്കുണ്ടാവും, അവരുടെ കുടുംബത്തിനുണ്ടാവും, മാതാപിതാക്കൾക്കുണ്ടാകും. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ചു പോവുകയാണ്. യാത്രക്കാരിൽ എത്ര ആളുകൾ തന്റെ കുടുംബവുമായി കൊണ്ട് സംഗമിക്കാൻ, അതിൽ ഒരുപാട് മുസ്ലിം യാത്രക്കാർ അവിടെ ഈദ് പെരുന്നാളിന് വേണ്ടി, ഈദുൽ അദ്ഹയ്ക്ക് വേണ്ടി നാട്ടിലേക്ക് വന്ന് ലണ്ടനിലേക്ക് തിരിച്ചു പോകുന്ന ഒരുപാട് മുസ്ലിം സഹോദരന്മാർ അതിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ പ്രതീക്ഷകൾ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി നമ്മൾ എത്ര പരിശ്രമിച്ചാലും അതൊക്കെ മുറിഞ്ഞു പോകുന്ന ഒരവസരം. അതാണ് സ്വർഗത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും നഷ്ടപ്പെടാനില്ലാത്ത, അല്ലെങ്കിൽ പ്രതീക്ഷകൾ പൂർണ്ണമായിക്കൊണ്ടും നേടിയെടുക്കാൻ കഴിയാത്തൊരവസ്ഥ സ്വർഗത്തിലുണ്ടാവില്ല. ലഹും ഫിഹാ മാ യശാഊന എന്നുള്ള പറഞ്ഞു. അവർക്ക് എന്താഗ്രഹിച്ചാലും അതൊക്കെ പൂർണ്ണമായിക്കൊണ്ട് സ്വർഗത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രതീക്ഷകളൊക്കെ തകിടം മറിയാൻ ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്കുള്ള പാഠം എന്താ വെച്ചാൽ, എപ്പോഴും നല്ലവരായി ജീവിക്കുക. വയസ്സാങ്കാലത്ത് നല്ലവനാകാം, ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ട് നന്നാകാം, അല്ലെങ്കിൽ ഒരു 75 വയസ്സ് കഴിഞ്ഞിട്ട് പള്ളിക്കൊക്കെ പോയി തുടങ്ങാം. അതുവരെ എനിക്ക് ആയുസ്സുണ്ടാകും. നിങ്ങൾ ആലോചിച്ചു, അതിൽ മരണപ്പെട്ടിരിക്കുന്ന നാട്ടുകാരാണെങ്കിലും ഒരുപാട് യുവാക്കൾ അതിലുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതം എപ്പോൾ അവസാനിക്കും എന്നുള്ളത് നമുക്ക് ഏത് സമയത്തും പ്രതീക്ഷിക്കാവുന്ന ഒരു അതിഥിയാണ് മരണം. അതുകൊണ്ട് എപ്പോഴും, അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രവാചകൻ എല്ലാ ഖുതുബയിലും ഓർമ്മിപ്പിക്കുന്ന ആയത്താണ്, നിങ്ങൾ മരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. അത് ഏത് സമയത്തും മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കണം. ഒരു തിന്മ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ നമ്മുടെ തലയിലേക്ക് നമ്മുടെ ബിൽഡിംഗ് വീഴുന്നത്, അതിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം തകിടം മറിയുന്നത്, അതിൽ കത്തിപ്പോകുന്നത്, ഇതൊക്കെ സംഭവിക്കാം. മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്രയും വലിയ അപകടമുണ്ടായിട്ട് ചില ആളുകൾ രക്ഷപ്പെട്ടല്ലോ. അള്ളാഹു ഒരു മനുഷ്യന്റെ അജലെത്തിയാലേ അയാളെ മരിപ്പിക്കുള്ളൂ എന്നതിന്റെ അടയാളാണ്. എത്ര വലിയ അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്, എന്നാലും ആ തീയിന്റെ ഉള്ളിൽ നിന്നൊരു മനുഷ്യന്റെ ജീവനോട് രക്ഷപ്പെട്ട് നടന്നു വരുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മനുഷ്യന് കണക്കാക്കിയ അജൽ എത്തുമ്പോഴേ അവൻ മരിക്കുള്ളൂ, അല്ലാതെ നമ്മൾ ആരും മരിക്കൂല. ചില ആളുകൾ പറയും, ഈ ചെറുപ്പക്കാരെന്ത് അപകടത്തിൽ മരിച്ചാൽ പെട്ടെന്നുള്ള മരണം അകാല മരണമാണ്. അങ്ങനത്തെ ഒരു മരണമല്ല. എല്ലാ മനുഷ്യന്മാരും അവന്റെ മരണത്തിന്റെ കാലത്ത് തന്നെയാണ് മരിക്കുന്നത്. മനുഷ്യന്റെ പരിമിതികൾ എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹനത്തിൽ കയറിയത്. വിമാനത്തിലാണെങ്കിലും തീവണ്ടിയിലാണെങ്കിലും ഇനി സ്വന്തം ബൈക്കിലാണെങ്കിൽ പോലും സുബ്ഹാനല്ലദീ സഖറന ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമുക്ക് ചെല്ലാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചത് വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറഞ്ഞാൽ, ഈ വാഹനത്തിൽ ഞാൻ ഇരിക്കുകയാണെങ്കിലും എനിക്ക് എൻ്റെ റബ്ബിലേക്ക് മടങ്ങിപ്പോകണം. ഒരുപക്ഷെ ഈ വാഹനത്തിലായിരിക്കാം എൻ്റെ മരണം സംഭവിക്കുന്നത്, എൻ്റെ വിമാനത്തിലായിരിക്കാം, എൻ്റെ കാറിലായിരിക്കാം, എൻ്റെ വീട്ടിലായിരിക്കാം. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഓരോ വാഹനത്തിലേക്ക്. അത് വലിയ അർത്ഥമുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ദുരന്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പലപ്പോഴും ഇസ്ലാമിന്റെ തൗഫീക്ക് ലഭിച്ചിട്ടും മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീക്ക് കൊടുത്തിട്ടും ആ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ തട്ടിപ്പറിഞ്ഞ് അല്ലെങ്കിൽ തട്ടിപ്പടച്ചൊക്കെ പുറത്തേക്ക് പോകാൻ വ്യഗ്രത കാണിക്കുന്ന
അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വസ്ത്രദാന രീതികളൊക്കെ സ്വീകരിക്കാൻ മടി കാണിക്കുന്ന എത്രയോ സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഉണ്ട്. ഒരു തീനാളം വന്നാൽ നമ്മുടെ സൗന്ദര്യം എവിടെ പോകും സഹോദരൻ? നിങ്ങൾ ആലോചിച്ചു. ആ ബോഡികളൊക്കെ കത്തിക്കരിഞ്ഞ് ആ മനുഷ്യന്റെ മുഖം പോയിട്ട് അവന്റെ ശരീരത്തിൽ പോലും ഒരു ഐഡന്റിഫിക്കേഷൻ, ഒരു വസ്തു പോലും അവശേഷിക്കാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞ് മനുഷ്യരേത്, മരമേത്, കല്ലേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും കത്തിക്കരിഞ്ഞ് മനുഷ്യന്റെ ബോഡി അവിടെ അവശേഷിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ഈ പൗഡർ ഇട്ട് അല്ലെങ്കിൽ പൊട്ടിയിട്ട് അല്ലെങ്കിൽ സൗന്ദര്യം കാണിച്ച് പുറത്തേക്ക് നടക്കുന്ന ഈ സൗന്ദര്യം ഒരു പക്ഷേ കരിഞ്ഞ് കരിക്കട്ടയായിക്കൊണ്ടായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. നമ്മൾ പ്രത്യേകിച്ചും സഹോദരിമാരൊക്കെ ചിന്തിക്കുക. കാരണം ഇസ്ലാമിന്റെ വസ്ത്രദാന രീതി സ്വീകരിക്കാൻ പറയുമ്പം ആളുകളുടെ മുമ്പിൽ തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം പ്രകടിപ്പിച്ചെങ്കിൽ അതൊക്കെ ഫാഷനാകുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന സഹോദരിമാർ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. നമ്മൾ ജീൻസും പാൻറ്റൊക്കെ ഇട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ജീൻസും പാൻറ്റും ഒരു ലൈറ്റ് വന്നാൽ അല്ലെങ്കിൽ തീ വന്നാൽ ഒരു സെക്കൻഡ് കൊണ്ട് കത്തിപ്പോവും. പിന്നെ നമ്മുടെ കത്തിക്കരിഞ്ഞൊരു കരിക്കട്ടയായിരിക്കും നമ്മുടെ ശരീരത്തിലേക്ക്. അത് നമ്മളാണോ അല്ലേ എന്നുള്ള DNA ടെസ്റ്റൊക്കെ നടത്തിയിട്ട് പിന്നെ തിരിച്ചറിഞ്ഞ് കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ കിട്ടിയില്ല. ആലോചിച്ച് എത്ര ബോഡികൾ കിട്ടാത്തുണ്ടാവും അവിടെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠങ്ങളുണ്ട്. നമ്മുടെ സൗന്ദര്യമാണെങ്കിലും പടച്ചവൻ കാണിക്കാൻ പറഞ്ഞത് കാണിച്ചാൽ മതി. അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈറുണ്ടാവും. ഇല്ലെങ്കിൽ ആ ഔറത്ത് കാണിച്ച് അല്ലെങ്കിൽ ഇസ്ലാമികമല്ലാത്ത വിധാനം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെയൊക്കെ മരണം സംഭവിക്കുന്നെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും പരലോകത്ത് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കണം. നമുക്കറിയാം, നമ്മൾ പലതവണ ഞാൻ സൂചിപ്പിച്ച വിഷയം ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ജുമുഅ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയിൽ നമ്മുടെ ഈദാണ്, പെരുന്നാളാണ്. അതിന് രണ്ട് കാര്യങ്ങളാണ് ജുമുഅയിലുള്ളത്. ഒന്ന് ജുമുഅ നമസ്കാരം, രണ്ടാമത്തെ ഖുതുബ എന്ന് പറഞ്ഞു. വഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ ആ ദിക്റിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണം എന്ന് പറഞ്ഞാൽ ഖുതുബയാണ് അവിടെ ഉദ്ദേശം. പലപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ കാണുന്നൊരവസ്ഥ എന്താ വെച്ചാൽ ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞ് രണ്ടാമത്തെ ഖുതുബയ്ക്ക് കഴിയാൻ നേരത്താണ് പല ആളുകൾ വരും. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദറുകൾ ഉണ്ടാകും. പക്ഷെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ഉദറാണുള്ളത്? 12:30 അവിടെ ജുമാ തുടങ്ങുമെന്ന് പറഞ്ഞാൽ അതറിയാത്തൊരു മഹലിൽ ആരുമില്ലല്ലോ. എല്ലാവർക്കും അറിയാം 12:30 ജുമാ തുടങ്ങുക. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ തർത്തീബാകും. ഇതെല്ലാ ആഴ്ചയും ആവർത്തിച്ച് പറയേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. ഇത് പറയുന്ന നമുക്ക് വേണ്ടി വെള്ളിയാഴ്ച ഇമാമ് മിമ്പറിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ വാതിക്കൽ നിൽക്കുന്ന മലക്കുകൾ അവിടെ ഏട് പൂട്ടിവെക്കുമെന്ന് അറിയാത്തവരാരും ഇവിടെ ജുമക്ക് വരുന്നില്ലല്ലോ. എല്ലാവരും അറിയുന്നവരാണ്. ആ അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ ഏടുകളിൽ നമ്മുടെ പേരില്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വെള്ളിയാഴ്ചകളിൽ എന്നും ബിന്ദി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിലും ബേക്കിൽ തന്നെ ആയിരിക്കും. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് യാത്രക്കാരോടല്ല എനിക്ക് പറയാറുള്ളത്. അവർക്കൊരു പക്ഷേ ജുമാ നിർബന്ധമല്ല, കിട്ടിയാൽ കിട്ടി. അപ്പൊ അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർ യാത്രയിലിടയിൽ ജുമക്ക് കയറും. പക്ഷെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 12 ഈ ജുമാ തുടങ്ങുന്നതിന് മുമ്പ് ജുമാക്ക് എത്തുക എന്നുള്ളത് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം തന്നെയാണ്. ആരും അതിനെതിരല്ല, പിന്നെ അപ്പുറത്തുകളല്ല. നമ്മളൊരു 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 500 20 കിലോമീറ്റർ ഒന്നും ദൂരത്ത് വരുന്നവരല്ലല്ലോ. നമ്മളൊക്കെ ഈ ചുറ്റുവട്ടത്ത് കൂക്കിയാൽ കേൾക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ജുമാക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഇമാമ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ജുമാക്ക് എത്താൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഇത് എന്നോട് നിങ്ങളോടും ഒരു വസിയത്തായിക്കൊണ്ട് ഞാൻ പറയാം. ഇത് നമ്മൾ വളരെ ഗൗരവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിലൊക്കെ വ്യക്തമാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്ത് തന്നെ ആ വിഷയത്തിൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അവിടെ ദിക്റുള്ള കൊണ്ട് ഉദ്ദേശം ഖുതുബയാണെന്ന് എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞത് കാണാൻ കഴിയും. കാരണം ആഴ്ചയിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഉപദേശം നമുക്ക് കിട്ടാതിരുന്നാൽ നമ്മുടെ ഈമാൻ തുരുമ്പിച്ചു പോകും. ഒരു സംശയവും വേണ്ട. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ രാവും പകലും ഉറങ്ങുമ്പോൾ വരെ ശൈത്താനും അവനെ വഴിതെറ്റിക്കാൻ വേണ്ടി അവന്റെ തലക്കം പുറത്ത് വരെ ഇരിക്കുന്ന റസൂൽ പറഞ്ഞു. നമ്മളൊക്കെ വലിയ ഈമാന്റെ കടുകട്ടികളാണോ? സഹാബകളാണ് നമ്മളൊക്കെ. ഈമാൻ തെറ്റിപ്പോകൂല, ഈമാൻ കുറഞ്ഞു പോകൂല, നമുക്ക് എന്ത് ഉറപ്പാ നമുക്കുള്ളത്? അതുകൊണ്ട് ആഴ്ചയിൽ കുറച്ചു നേരമെങ്കിലും ഒരു ഉപദേശം കേൾക്കാൻ നല്ല മനസ്സോടുകൂടി നമ്മളെല്ലാവരും നേരത്തെ എത്തണമെന്നാണ്. ആ സ്ത്രീകൾക്കും ആ വിഷയം ബാധകമാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ പള്ളി ഫുള്ളാണ്. നമ്മൾ നോമ്പുണ്ട്, ആ പെണ്ണുങ്ങളൊക്കെ അവിടെ പോയി. അതുപോലെ തന്നെ പെരുന്നാളിന് നമ്മുടെ പള്ളി ഫുള്ളാണ്. ഈ പെണ്ണുങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ആ പെണ്ണുങ്ങൾക്ക് ജുമാക്ക് വരാം. നിർബന്ധമില്ല എന്നുള്ളൂ. നമ്മൾ ഈ ജീവിതത്തിൽ നിർബന്ധമുള്ള കാര്യം മാത്രമേ നമ്മളൊക്കെ ചെയ്യുന്നുള്ളൂ. ജീവിതത്തിൽ നിർബന്ധമുള്ള കാര്യം മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. നിർബന്ധം പോലും ഇല്ലാത്ത, ആവശ്യം പോലും ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പലരും സമയങ്ങൾ ഒരുപാട് ചെലവഴിക്കുന്നുണ്ട്.
ഒരു വെള്ളിയാഴ്ച നേരത്തെ പള്ളി വൃത്തിയായി ശുദ്ധിയായി പള്ളിയിലേക്ക് വന്ന് ഈ ദീനിന്റെ ഉപദേശങ്ങൾ എന്തെങ്കിലും അതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുള്ള ഒരു തർക്കമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ സഹാബത്തിനെ ഉത്ബോധിപ്പിച്ചതും മാറ്റിയതും ജുമയിലൂടെ തന്നെയാണ്. അതുകൊണ്ടാണ് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബുൽ ഹിക്മ എന്നുള്ളത് ആയത്ത് സൂറത്ത് ജുമയിലുള്ളത്. അതുകൊണ്ട് ആ വിഷയം ഞാൻ കുറച്ച് ഗൗരവത്തെ സൂചിപ്പിച്ച് മാത്രം അതുകൊണ്ട് എല്ലാവരും ആ ഗൗരവത്തെ തന്നെ ഉൾക്കൊള്ളണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിരിക്കുന്ന മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين آمين برحمتك يا ارحم الراحمين.